ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്ത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ്. ഇത് നിർബന്ധമായിട്ട് വേണ്ട ഒരു ചേരുവ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് മൈദപ്പൊടിയാണ്. ആദ്യം ഞാൻ 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് അപ്പക്കാരവും ചേർത്ത് കൈവച്ച് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ബോൾസാക്കി മാറ്റാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തും പോലെ തിന്നായിട്ട് വേണ്ട, കുറച്ച് തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണെങ്കിലും ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ മതി. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ച് ഇട്ടെടുത്ത് ബ്രൗൺ നിറാവുന്നേരം ഫ്രൈ ചെയ്തെടുക്കാം. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.